ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പം രാവിലെ തൊട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മോൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചിൻ്റെ ആവശ്യമില്ല, കാരണം മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നോക്ക് 12 മണി വരെ സ്കൂളിലും, അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സ്നാക്സും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ സെറ്റാക്കേണ്ടതുണ്ടായിട്ടുള്ളൂ. അപ്പം ആ ഒരു തിരക്കൊക്കെ ഒന്നും ഇല്ലാണ്ട് ഒരു സമാധാനത്തിലായിരുന്നു ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നലെ രാത്രിയെ ഞാൻ ഉഴുന്നും അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയുക തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം ഇന്ന് എന്തായാലും കുറച്ച് എടുത്ത് തീർക്കാൻ വേണ്ടി വെച്ച പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് പണി ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്ക് വേണ്ട തക്കാളി ചട്നി അടുപ്പത്താക്കിയതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ സെറ്റാക്കണം. കാരണം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പുറത്ത് കത്തിച്ചിട്ടുണ്ട്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ ഇഡ്ഡലി ചുട്ടിട്ടേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നലെ ആക്കിയ ഇഡ്ഡലി ബാറ്റർ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഫെർമെൻ്റ് ആയിട്ടുണ്ടായിട്ടില്ല. കറക്റ്റ് എനിക്ക് ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ഓരോ ടൈമിൽ ഓരോ രീതിയിലാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ലോണം സെറ്റായി വരും, ചില ദിവസങ്ങളിൽ അങ്ങനെ ആവില്ല. അപ്പം എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡായി. പിന്നെ ഇഡ്ഡലി ഭയങ്കര ഹാർഡ് ആവുന്നൊന്നുമില്ല, സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാവല്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവങ്ങളായിട്ട് ഫോളോ ചെയ്ത് പോകും. അപ്പം നമുക്കിനി ഇത് അടുപ്പത്താക്കിയതിന് ശേഷം കുറച്ച് പണികളുണ്ടായിരുന്നു. ഇന്ന് ഒരു സമാധാനമായ ഒരു രാവിലെ ആയിരുന്നു, കാരണം ആ ലഞ്ചിൻ്റെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ ആ ഒരു റഷിൻ്റെ സമയത്ത് രാവിലത്തെ മോള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കേക്കുള്ള വറവും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ ഉമ്മ അടുപ്പിൽ കത്തിച്ചതാണെങ്കിൽ എന്തായാലും ഉമ്മ കറികളൊക്കെ അടുപ്പിൽ തന്നെ ആക്കും, ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യലില്ല. അപ്പം ഞാൻ രാവിലെ ആക്കുന്നതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് അടുപ്പിൽ ചെയ്യണത്, അല്ലെങ്കിൽ ഉമ്മ പുറത്തുനിന്ന് പുക അടുപ്പിൽ തന്നെയാണ് ചെയ്യൽ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചക്കക്കുരും വെള്ളരിയും വെച്ചിട്ടില്ല ആ ഒരു വറവ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഉമ്മ എന്തായാലും അടുപ്പ് കത്തിച്ചുകൊണ്ട് തന്നെ അടുപ്പിൽ തന്നെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു റെസിപ്പി ആ ഒരു സാധനം ഞാനിപ്പോൾ ഉണ്ടാക്കണില്ല, മോള് പോയതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള മെത്തേഡ് ഞാനല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായത്, ഉമ്മയായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ. ഇപ്പം എൻ്റെ ഇവിടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് അവിടെ വെച്ചതായിരുന്നു. ഒരു ടൈമിലായിരുന്നു നല്ല കാറ്റും മഴയും വരുന്നുണ്ടായത്. അപ്പോൾ പിന്നെ എനിക്കൊരു ടെൻഷനായി, കാരണം ഇനി ഞാനിപ്പോൾ അത് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയിനെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ അത് കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ഏകദേശം ആയി വരുന്നുണ്ട്. എനിക്ക് കുറേ ഡ്രസ്സ് ആറിടാനുണ്ടായിരുന്നു ഈ ഒരു ബക്കറ്റ് മൊത്തം. അപ്പോൾ അത് ആറിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. ആ ഒരു സമയമൊക്കെ എനിക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആറിയിട്ടിട്ടുണ്ടായിട്ടില്ല, കുറച്ച് മാത്രം ചെയ്ത്. പിന്നെ ഞാൻ മോളെ മദ്രസയിലേക്ക് കൂട്ടാൻ വേണ്ടി പോവാണ്. ടൈം ആയപ്പോൾ ഞാൻ പിന്നെ പോയി. 2 ആൾക്കാരുടെ കോട്ടും ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് നല്ല ചെറിയൊരു പൊടിമഴ ഉണ്ടായിരുന്നു. എനിക്ക് മഴക്കാലത്ത് കോട്ട്, ഫർദ, അതിൻ്റെ ഇടയിൽ വേറെ ഡ്രസ്സ് അങ്ങനെ ഇടുന്നതിനും ഇഷ്ടം. കോട്ട് എന്തായാലും ഇടുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ നോർമൽ ഇടുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ കോട്ടിട്ടിട്ട് അങ്ങനെ പോക്കാണ്. അപ്പോൾ ഫർദ നനഞ്ഞ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അങ്ങനെ ഞാൻ മോളെ കൂട്ടിയിട്ട് വന്ന് ഇനിയിപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഇഡ്ഡലിയും തട്ടുന്ന ഇങ്ങനെ പുറത്തെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക സാവധാനം കൊടുക്കാൻ ടൈമില്ല, കാരണം മോള് വരികയും ചെയ്തല്ലോ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആളെ ഫുഡ് കഴിപ്പിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് വേഗം തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്തുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് എന്താ പറയുക ശരിക്കില്ല ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ മോള് ഫുഡൊക്കെ കഴിച്ച് ആളങ്ങ് സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരാനുണ്ട്, പിന്നെ കിച്ചൺ ക്ലീൻ ആക്കാനും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ആദ്യം തന്നെ അടിച്ചു വാരിയിട്ട് വേഗം കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ലാസ്റ്റ് ഒരു മണ്ടത്തരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഫ്രിഡ്ജിൽ നിന്ന് വന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഓൾറെഡി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അത്രയും കഴുകാനുണ്ടായിരുന്നു. അതിന് മുമ്പേ നമ്മളുടെ ഈ ഒരു കറീൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ചക്കക്കുരുവും നമ്മൾ വെള്ളരിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുഞ്ഞു ചെമ്മീൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. നല്ലപോലെ വെന്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ചിരവേതും ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള കറി കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കിച്ചണിൽ എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ആവേശത്തിന് ഞാൻ ആദ്യം ഫ്രീസറിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായത്. അപ്പം ഞാനിങ്ങനെ ഓരോ സാധനങ്ങളെടുത്ത് പുറത്തൊക്കെയാണ്. ആദ്യം നമ്മൾ ഇവിടുന്നില്ലേ ഈ ഒരു കടല അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്രീസറിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. കാരണം പുറത്ത് വെക്കുമ്പോൾ വേഗം കുത്തം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഫ്രീസറിൽ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വാങ്ങി വെച്ച പാടെ തന്നെ ഇങ്ങനെ കുത്തം കയറുന്നതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പം പിന്നെ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് അങ്ങനെ വെക്കേണ്ടി വരുന്നില്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ധാന്യങ്ങൾ എന്തായാലും. അങ്ങനെ ഞാൻ ഫ്രീസറിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് പൊടി വരെ ഫ്രീസറിൽ ഉണ്ടായിരുന്നു. അപ്പം ബൂസ്റ്റ് പൊടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കട്ട കട്ടാണ്ട് നിൽക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ പിന്നെ ഈ ഒരു മാങ്ങ ഇത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കില്ലേ ഈ ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫ്രീസർ ഞാൻ സെറ്റാക്കുന്നത് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നില്ലൂ. പിന്നെ എനിക്ക് കൺഫ്യൂഷനായി, ഞാൻ എന്തിനാ ഫസ്റ്റ് ഫ്രീസറിൽ നിന്ന് തുടങ്ങിയത്. കാരണം മീറ്റും കാര്യങ്ങളൊക്കെ ഐസ് പോകൂലേ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ച സാറില്ല, ഏതായാലും എല്ലാം എടുത്ത് പുറത്തിട്ടില്ലേ, ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് എന്തൊക്കെ എല്ലാ മീറ്റും സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. ഇത് പേപ്പർ പോട്ടിൻ്റെ കവറാണ്. ഇതിൻ്റെ മുകളിൽ വെള്ളമാക്കി ഫ്രീസറിൽ വെച്ചപ്പോൾ അതവിടെ ഐസായിട്ടുണ്ടായി. 2 പ്രാവശ്യം മോൻ വീണ സമയത്ത് ആ ഐസായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ അതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിട്ടില്ല. വീണ്ടും വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവെക്കും. അപ്പോൾ അതൊരു ഉപകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ നമുക്ക് ഇനി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ മോൾ വശം നല്ലപോലെ തന്നെ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം താഴിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെക്കണം. താഴിലുള്ള സാധനങ്ങളൊക്കെ വെച്ച സമയത്തായിരുന്നു ഞാനിങ്ങനെ ചിന്തിച്ച് പഠിച്ചോനെ ഇത്രയും സാധനം ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടായ എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞ്, അപ്പോൾ ചോറടക്കെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഫൈനലി എല്ലാം ക്ലീൻ ആക്കിയതാ ഞാൻ ഈ ഒരു കിച്ചണിൻ്റെ പകുതി മുക്കാലും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി കഴുകാനുള്ള പാത്രം, ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയ പാത്രം എല്ലാം കൂടെ ഒരു ലോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, കിച്ചണ് ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ, കാരണം ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഗ്യാസ് സ്റ്റവ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഞാൻ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകിയോണ്ട് തന്നെ കുറേ വെള്ളങ്ങളുണ്ടായിരുന്നു. ഫ്ലോറിൽ മൊത്തം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം ആ ഒരു കിച്ചൺ ആദ്യം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നിന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇത്രയും ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം താഴ്ഭാഗം ഒന്നും നോക്കണ്ട, അവിടെ ഒരു കബോർഡ് കൂട്ടാത്തതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയത്. എല്ലാ പണിയും തീർന്നെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്. എനിക്കില്ലേ ഈ ഒരു ഓയിൽ ഒഴിച്ചിട്ടുള്ള പരിപാടി ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യണത് ഭയങ്കര മടിയാണ്. കാരണം എല്ലായിടത്തും ഇതുപോലെ എണ്ണ തെറിക്കും. ഞാൻ മീൻ പൊരിക്കാൻ ഇടുന്നതിന് മുന്നേ തന്നെ ഫുള്ള് കംപ്ലീറ്റ് എണ്ണ എല്ലായിടത്തും ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വറവ് നമ്മൾ ഇന്നൊരു കറിയായിട്ടാണ് കൂട്ടണത്. അപ്പോൾ ഈ ഒരു കറിയും എന്താക്കണം, കാച്ചി ഒഴിക്കാനുണ്ട്. അപ്പോൾ അവിടെയും എണ്ണൻ്റെ പരിപാടി ഉണ്ട്. കാച്ചുന്ന സമയത്ത് നല്ലോണം വെള്ളം ഇതായിക്കാൻ എൻ്റെ കയ്യിൽ തന്നെ വെള്ളം ഉണ്ടാകും. കാരണം എല്ലാ ടൈം എൻ്റെ കയ്യിൽ ഇങ്ങനെ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലെ വെള്ളം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് എണ്ണയിലൊക്കെ ആകുമ്പോൾ നല്ലോണം തെറിച്ച് പോകുന്നതാണ്. അങ്ങനെ ഈ ഒരു പരിപാടിയും കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഫുഡിനേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റായി. എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കിയോണ്ട് തന്നെ എനിക്ക് സ്പൂൺ വെക്കാനും തോന്നുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാൻ്റെ ഈ ഒരു സൈഡിലായിട്ട് സ്പൂൺ വെച്ച് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു കയറലായിരുന്നു തീ കംപ്ലീറ്റ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിഞ്ഞിട്ടില്ല കുറച്ച് സമയത്തേക്ക്. ഞാൻ ആദ്യം ഇത് സിങ്കിലേക്ക് ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ശരിയായി. അപ്പോൾ പിന്നെ ഞാനത് ആ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് ഇനിയിപ്പോൾ നമുക്കൊരു മുട്ട ഫ്രൈ ആക്കണം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുട്ട തമ്മിൽ മാറിപ്പോയി. അപ്പോൾ പുഴുങ്ങിയതാണോ അല്ല പുഴുങ്ങാത്തതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ പുഴുങ്ങാത്ത മുട്ടയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി അത് മോന് ഫ്രൈ ആക്കി കൊടുത്ത് ഓൻ ഇതൊന്നും തിന്നില്ല, അതായത് പൊരിച്ചതായാലും കറിയായാലും. അപ്പം ഞാൻ എന്താക്കി അത് കൂട്ടിയിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോനിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെ ചോറ് കഴിക്കുകയാണ്. അതിന് മുന്നേ തന്നെ ഞാനിതാ എന്നും കുറേ സമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ പെറ്റി നിൽക്കുന്നുണ്ട്. ആദ്യം എല്ലാ സൈഡും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ച ഭാഗം പിന്നെയും കച്ചറാകുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. ചോറൊക്കെ തിന്നിട്ട് വൃത്തിയാക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ ആ ഒരു ടൈം എനിക്ക് കിട്ടൂല കേട്ടോ. ചോറ് തിന്ന് മോനോർക്കൊക്കെ അതിനായിട്ട് ഞാൻ എൻ്റെ വീഡിയോ സെറ്റാക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിന് മുന്നേ ക്ലീൻ ആക്കി വെക്കലാണ് ഞാൻ. ആ ഒരു ടൈമിന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം താളം തെറ്റും. അപ്പം മോളും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ചോറ് ഞാൻ ഇന്ന് പിന്നെ മോക്ക് സ്കൂളിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. ഏതായാലും നാളെ മുതൽ ആ ചോറ് വെക്കാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ പിന്നെ വേവ് കുറഞ്ഞിട്ടില്ലേ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞ് നമുക്ക് എന്നാൽ രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ തൊട്ട് ചോറും കൂടെ ആക്കണം. അങ്ങനെ ഓരോരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. ഉപ്പാക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് തിന്നുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇരിക്കൽ. ചായ കുടിക്കാനായാലും ചോറ് കഴിക്കാനായാലും. രാത്രിയിലത്തെ ഫുഡിന് മാത്രം ഞാൻ മക്കൾക്ക് വേഗം കൊടുക്കും. ഞാൻ തലേ ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താക്കും വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ചിലപ്പം ഉറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ആയിരിക്കും കഴിക്കൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോസിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ട്. ഡെയിലി ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ മാറ്റി പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്താ പറയുക ഈ ഒരു കുക്കിംഗ് കുറച്ച് മാറിയിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.